പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൻ്റെ സന്ധ്യയുടെ യാമം യേശുവിൻ്റെ നാമത്തിൽ അറിയിക്കുന്നു. റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിലൂടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത തിരുവഴുത്തുമായി കടന്നു വരുവാൻ സർവശക്തനും സർവകൃപാലുമായ ദൈവം ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൻ്റെ അഡ്മിൻ കർത്താവിൽ അനുഗ്രഹീത കർത്തൃദാസി റോസിൽ ആൻറ്റി, മറ്റ് അഡ്മിൻ പാലിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാർ ദാസിമാർ, ഈ ഗ്രൂപ്പിലെ എല്ലാ പ്രിയപ്പെട്ട അംഗങ്ങളെയും നമുക്ക് വേണ്ടി വേഗത്തിൽ ആഗമിക്കുവാൻ പോകുന്ന ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ പ്രകാശിപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിൻ്റെ സന്ധ്യായാമം ദൈവത്തിൻ്റെ ശ്രേഷ്ഠമേറിയ വചനവുമായി കടന്നു വരുവാൻ സർവശക്തനും സർവകൃപാലുമായ ദൈവം ഒരുക്കിയ ഈ മഹനീയ അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസിയോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയെ ഈ ധരണത്തിൽ ഞാൻ പ്രകാശിപ്പിക്കുന്നു. പ്രതികാൽ നാം എത്തിയിരിക്കുന്നത് 2023 എന്ന അനുഗ്രഹീത ഒരു സംവത്സരത്തിലേക്കാണ് സർവശക്തനായ മഹാദൈവം നമ്മെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഈ 2023 7-ാമത്തെ ദിനം, ഇന്ന് സന്ധ്യാനിമിഷം കർത്താവിൻ്റെ വചനം നിങ്ങളുമായി പങ്കുവെക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഓരോ ദിനങ്ങളും ഈ ഫേസ്ബുക്ക് പേജിലൂടെ അനവധി കർത്തൃദാസന്മാർ കർത്തൃദാസിമാർ ഈ നവമാധ്യമത്തിലൂടെ അനേക ദൈവമക്കളോട്, ലോകരോട് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം അറിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടെയാണല്ലോ. ഇതിൽ വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും കൂടെ ഈ നവമാധ്യമത്തെ ഇങ്ങനെ നന്നായി കൈകാര്യം ചെയ്തു കൊണ്ടുപോകുന്ന പ്രിയപ്പെട്ടവരെ, സർവശക്തനാകുന്ന കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സമയത്തിൻ്റെ ഹ്രസ്വത മനസ്സിലാക്കി വാക്കുകളെ ഞാൻ ദീർഘിപ്പിക്കാതെ ദൈവവചനത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവിൻ്റെ കൃപയിൽ ആഗ്രഹിക്കുന്നു. ഈ 2023 റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിലെ എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെയും നന്ദിയെയും, അതിലുപരി കർത്താവ് നിങ്ങളെ ഈ സംവത്സരം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, 2022 എന്നൊരു സംവത്സരം നമ്മെ വിട്ട് കടന്നുപോയല്ലോ. വലിയ പ്രതിബന്ധങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ നിറയപ്പെട്ട ഒരു കാലഘട്ടം, ഒരു സംവത്സരമാണ് നമ്മെ വിട്ട് കടന്നുപോയത്. സ്തോത്രം. നമ്മളിൽ ആരും കുറഞ്ഞു പോകാതെ സർവശക്തനാകുന്ന ദൈവം എല്ലാവരെയും ഈ പുതു സംവത്സരത്തിലേക്ക് പ്രവേശിപ്പിച്ച ദൈവത്തിൻ്റെ ആഴമേറിയ സ്തോത്രം നടത്തിപ്പനും പരിപാലനത്തെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞു പോയ സംവത്സരങ്ങളൊക്കെ ദൈവത്തിൻ്റെ വലിയ പരിപാലനങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരുതന്നെ ഓർത്തുകൊണ്ട് ഈ പുതു സംവത്സരത്തിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ സംവത്സരത്തിൽ സർവശക്തനാകുന്ന ദൈവം നമുക്ക് വേണ്ടി ചെയ്ത സമസ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് ദാവീദ് പറഞ്ഞൊരു പദപ്രയോഗത്തിലേക്ക് ദൈവമക്കളെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. യഹോവ എബനേസർ എന്ന് ദൈവമക്കൾ പറയാൻ തയ്യാറാകുക. യഹോവ ഇത്രത്തോളം നടത്തി. അതേ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞുപോയ സംവത്സരങ്ങൾ ദൈവം അത്ഭുതകരമായി നമ്മെ നടത്തി, നമ്മെ പരിപാലിച്ചു, അവൻ്റെ ഭുജങ്ങളിൽ നമ്മെ വഹിച്ചു. ആ സർവശക്തനായ ദൈവത്തിന് മഹത്വം നമുക്ക് ചെയ്യാം. ആ കർത്താവ് സ്തോത്രം നമുക്ക് വേണ്ടി പ്രവർത്തിച്ച ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് യഹോവ എബനേസർ എന്ന് നമുക്ക് പറയാം. ഈ പുതു സംവത്സരത്തിൽ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് നമ്മൾ ചുവടുവെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും കർത്താവിൻ്റെ വേലയിൽ വളരെ അഹോരാത്രമായി അധ്വാനിക്കുവാൻ സമർപ്പിതരായിരിക്കുന്ന കർത്തൃദാസന്മാർ കർത്തൃദാസിമാർ വിശ്വാസികൾ ഒക്കെ സ്തോത്രം ഈ ഫേസ്ബുക്ക് പേജിലുണ്ട്. പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, ഈ സംവത്സരത്തിൽ സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടുന്നതെല്ലാം കരുതിയിട്ടുണ്ട്. അബ്രഹാം തൻ്റെ മകനാകുന്ന ഇസഹാക്കിനോട് പറഞ്ഞ ആ ഒരു പദപ്രയോഗം നമുക്ക് സ്തോത്രം ഈ 2023 ആരംഭത്തിൽ നമുക്ക് പറഞ്ഞ് നമ്മുടെ ആത്മീയ ജീവിതത്തെ സ്തോത്രം ഒന്നും കൂടെ ബലപ്പെടുത്താം. യഹോവയിരെ യഹോവ കരുതിക്കൊള്ളും. ഈ 2023 ആത്മീയവും ഭൗതികവുമായിട്ടുള്ള സമസ്ത വിഷയങ്ങളും സമസ്ത അനുഗ്രഹങ്ങളും ജീവനും ഭക്തിക്കും വേണ്ടുന്നതെല്ലാം യഹോവയിരെ യഹോവ കരുതിക്കൊള്ളുമെന്ന് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ ദൈവമക്കൾ നടത്താൻ തയ്യാറാകുക. സ്തോത്രം. ഈ 2023 സ്തോത്രം സ്വർഗത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് ജയകരമായ ഒരു ആത്മീയ ജീവിതം നയിക്കേണ്ടതിന് വേണ്ടി
സ്തോത്രം, അന്ന് സ്തോത്രം രഫീദീമിൽ വച്ച് സ്തോത്രം ആമേൻ ദൈവമക്കൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനത്തിനു വേണ്ടി സർവശക്തനായ ദൈവം അമാലേക്കരുമായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രായേലിന് നൽകിയ ആ സന്ദർഭത്തിൽ യഹോവ നിസി, യഹോവ ജയത്തിന്റെ കൊടി എന്ന് പാടിയതുപോലെ ഈ 2023 നമുക്ക് പാടാം യഹോവ നിസി, യഹോവ ജയത്തിന്റെ കൊടി. സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടങ്ങളിൽ അനേകർ പരാജിതരായി മാറുമ്പോൾ, അനേക കുടുംബങ്ങൾ പരാജയങ്ങളിലേക്ക് സ്തോത്രം താണുപോകുമ്പോൾ, യേശു ക്രിസ്തു എന്ന ജയവീരനെ അനുഗമിക്കുന്ന ദൈവമക്കളോട് ഈ 2023 ഞാൻ ആരംഭത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത് യഹോവ നിസി, ജയത്തിന്റെ കൊടിയാകുന്ന ക്രിസ്തുവിനെ നമ്മൾ ധ്യാനിച്ച് മുൻപോട്ട് യാത്ര ചെയ്യാൻ നാം തയ്യാറാകുക. സ്തോത്രം. നമ്മുടെ ചുറ്റുപാടും ഒന്ന് നോക്കൂ പ്രിയപ്പെട്ടവരെ. ഈ 2023 ചുവട് വെച്ച പലരുടെയും ജീവിതത്തിൽ, പലരുടെയും ഹൃദയത്തിൽ, മനസ്സിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബത്തിൽ സ്തോത്രം അവർ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ നിമിത്തം സമാധാനമില്ലാത്ത സാഹചര്യങ്ങളായിരിക്കുമ്പോൾ 2023 നമുക്കിങ്ങനെ പാടാം പ്രിയപ്പെട്ടവരെ, യഹോവ ശാലേം, സമാധാനത്തിന്റെ ദൈവമാകുന്നു. ഇന്ന് സന്ധ്യാനിമിഷം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ദൈവം നമുക്ക് ശാലേമാകുന്നു, അവൻ സമാധാനത്തിന്റെ ദൈവമാകുന്നു. അപ്പോൾ ഈ പദപ്രയോഗങ്ങൾ ഈ 2023 നാം ആരംഭ ദിനങ്ങളിൽ മറന്നു പോകരുത്. സ്തോത്രം. യഹോവ യെബനേസർ, നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് മഹത്വം ചെയ്യുക. അടുത്തത് യഹോവ ഇരേ, യഹോവ ഈ സംവത്സരം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. യഹോവ നിസി, ജയത്തിന്റെ കൂടി. ഈ സംവത്സരത്തിൽ നമുക്ക് ജയം പകരുവാൻ നമ്മുടെ സർവശക്തൻ നമ്മോട് കൂടെയുണ്ട്. ലോകത്തെ ജയിച്ചവനായ ക്രിസ്തുവിനെ കുറിച്ചുള്ള ദർശനം നമുക്കുണ്ടാകട്ടെ. ഈ സംവത്സരത്തിൽ ആ ആത്മീയ പദപ്രയോഗങ്ങൾ നമ്മെ നടത്തുന്നതിന് കാരണമായി മാറട്ടെ. അനേകരും ഈ സംവത്സരത്തിന്റെ തുടക്കത്തിൽ സമാധാനമില്ലാത്ത സാഹചര്യങ്ങളിൽ അലയുമ്പോൾ ദൈവമക്കൾ ഇന്ന് സന്ധ്യാനിമിഷം സ്തോത്രം ഒരുമിച്ച് പറയുക, യഹോവ ശാലേം, സമാധാനത്തിന്റെ ദൈവമാകുന്നു. അപ്പോൾ ഈ 2023 സ്വർഗസ്ഥനായ ദൈവം നമുക്ക് യെബനേസറാണ്. സ്വർഗസ്ഥനായ ദൈവം നമുക്ക് കരുതുന്ന, യഹോവ ഇരെ, കരുതുന്ന ദൈവമാണ്. ഈ 2023 സംവത്സരത്തിൽ യഹോവ നിസി, ജയത്തിന്റെ കൊടിയാണ്. ഈ 2023 യഹോവ ശാലേം, സമാധാനത്തിന്റെ ദൈവമാകുന്നു. കർത്താവിനെ ഈ ദിവസങ്ങൾ നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് ചേർന്ന് നിൽക്കാം, കർത്താവിനോട് പറ്റി നിൽക്കാം. സർവശക്തനായ ദൈവം നമ്മെ ആഴമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് ലഭ്യമായിട്ടുള്ള പരിമിതമായ സമയത്തിനുള്ളിൽ ഒരു ചെറിയ തിരുവചന ഭാഗം നിങ്ങളുടെ മുമ്പിൽ വായിച്ച് അതിൽ നിന്നും ചില ആത്മീയാലോചനകൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ കർത്താവിന്റെ കൃപയിൽ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വചനം നിങ്ങളുടെ മുമ്പിൽ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ആ വചനം ഇങ്ങനെയാകുന്നു: അവനിത് പറഞ്ഞപ്പോൾ അവൻ്റെ വിരോധികൾ എല്ലാവരും നാണിച്ചു. അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു. ഒരിക്കൽ കൂടെ ഞാൻ തിരുവെടുത്ത് വായിക്കുന്നു. ലൂക്കോസ് 13:17. അവനിത് പറഞ്ഞപ്പോൾ അവൻ്റെ വിരോധികൾ എല്ലാവരും നാണിച്ചു. അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു. പ്രിയമുള്ളവരെ, ഒരു പള്ളിയുടെ പുൽപ്പിറ്റിൽ നസ്രയനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവവചനത്തെ സംബന്ധിച്ച് ശക്തമായുള്ള ഉപദേശത്തിങ്കൽ നോക്കൂ, അവിടെ നടന്ന മഹിമപൂർണമായ ഒരു അത്ഭുതത്തെ തുടർന്ന് 17-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: അവനിത് പറഞ്ഞപ്പോൾ അവൻ്റെ വിരോധികൾ എല്ലാവരും നാണിച്ചു. അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു. അപ്പോൾ ഒരാലയത്തിൻ്റെ അൾത്താരങ്ങളിൽ ശുശ്രൂഷകനായി നിന്നുകൊണ്ട് ശുശ്രൂഷിക്കുന്ന ക്രിസ്തുവിൻ്റെ ശക്തമേറിയ പ്രഭാഷണങ്ങളും ഉപദേശങ്ങളും അതിനെ തുടർന്നുള്ള മഹിമപൂർണമായ അത്ഭുതത്തെയും തുടർന്ന് കർത്താവിനെതിരെ ചില വിരോധികൾ ആ പള്ളിയങ്കണത്തിൽ എഴുന്നേറ്റു എങ്കിലും ബൈബിൾ ഇങ്ങനെ പറയുന്നു: അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു. അപ്പോൾ ഒരു പള്ളിക്കകത്ത് നടക്കുന്ന സംഭവമാണ് യേശുവിനാൽ നടക്കുന്ന സകല മഹിമകളാലും വിരോധികളുടെ നടുവിൽ ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളെ സന്തോഷിക്കത്തക്ക നിലയിൽ ഒരു പുരുഷാരത്തെ സർവശക്തനായ ദൈവം ആ ആലയത്തിനുള്ളിൽ വേർതിരിക്കപ്പെടുന്ന സംഭവം. നമുക്കിതിൻ്റെ വിശദീകരണം അറിയാം. ഇത് അതിവേഗത്തിൽ ഇതിൻ്റെ ചില ആത്മീയ ആലോചനകളുടെ വിശദീകരണത്തിലേക്ക് പോകുവാൻ കർത്താവിൻ്റെ കൃപയാൽ ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 17 വരെയുള്ള
വചനഭാഗങ്ങൾ പ്രത്യേകിച്ചും ദൈവജനത്തെ സംബന്ധിച്ച് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ചരിത്ര സംഭവമാണ്. അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ സ്തോത്രം അനവധി അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, മഹിമകൾ അവൻ നമ്മുടെ കർത്താവ് ചെയ്തതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ വൈദ്യനാകുന്ന ലൂക്കോസ് 13:10 മുതൽ 17 വരെയുള്ള വചനഭാഗങ്ങളിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു ശബത്ത് ദിവസം പള്ളിയിൽ ഉപദേശിക്കുന്ന ഒരു ഭാഗത്തെ സംബന്ധിച്ച് തുടർന്നുണ്ടാകുന്ന മഹത്വപൂർണമായ ഒരു അത്ഭുതത്തെയാണ് ലൂക്കോസ് ഇവിടെ വിശദീകരിക്കുന്നത്. ഈ വചനഭാഗങ്ങൾ ദൈവമക്കൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. നമുക്കറിയാം, ഒരു ആലയം, അതിൻ്റെ അൾത്താരം, പ്രഭാഷകനായി നമ്മുടെ കർത്താവ് നിൽക്കുന്നു. വലിയൊരു പുരുഷാരം തന്നെ യേശുവിൻ്റെ സ്തോത്രം ഉപദേശവും പ്രസംഗവും കേൾക്കേണ്ടതിന് വേണ്ടി ആലയത്തിൽ ഓടിക്കൊടുന്നു. സ്തോത്രം. തുടർന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 18 സംവത്സരം കൂനിയായ ഒരു സ്ത്രീയെ കാണുന്നു. അവളുടെ സ്ഥിതിഗതികളെ കുറിച്ച് ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട്. അവളോടുള്ള യേശുവിൻ്റെ പ്രതികരണത്തെക്കുറിച്ച് കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശു ആ വിഷയത്തെ ഏറ്റെടുത്തുകൊണ്ട് ശക്തമേറിയ ശുശ്രൂഷകൾ നിർവഹിക്കുന്നതിനിടയിൽ തന്നെ സ്തോത്രം പള്ളിപ്രമാണിയുടെ ഉള്ളിൽ ഇരുട്ടിൻ്റെ ശക്തികൾ നോക്കൂ, ക്രിസ്തുവിനെതിരാക്കി മാറ്റുന്ന ചില ആശയങ്ങളും ചിന്തകളും സ്തോത്രം തർക്കങ്ങളും കൊണ്ടെത്തിച്ചൊരു പള്ളിപ്രമാണിയെ ശത്രു ഉപയോഗിക്കുന്ന സംഭവം നമുക്കറിയാം. അങ്ങനെ ക്രിസ്തുവിന് വിരോധികളായി ചിലർ ആ പള്ളിക്കകത്ത് എഴുന്നേൽക്കുന്ന സംഭവമൊക്കെ നമുക്കറിയാം. ഇന്ന് ഈ സന്ധ്യാ നിമിഷം എനിക്ക് മുൻപിൽ ലഭ്യമായിട്ടുള്ള ചില മിനിറ്റുകൾ, ഇതിൻ്റെ ആത്മീയമായിട്ടുള്ള ചില ദൂതുകൾ ദൈവമക്കളുമായി പങ്കുവെക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. 13:10 തുടങ്ങുന്നത്, ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, സുവിശേഷ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് 3.5 സംവത്സരത്തെ യേശുനാഥൻ്റെ ശക്തമേറിയ ശുശ്രൂഷയിൽ ആലയവും ആലയത്തിൻ്റെ അൾത്താരവുമായിട്ട് നമ്മുടെ കർത്താവിന് വലിയ ബന്ധമുള്ളതായി പല ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആലയത്തോടുള്ള ബന്ധത്തിൽ കർശനമായിട്ടുള്ള ഉപദേശങ്ങൾ നൽകുന്നു. ആലയത്തെ സ്തോത്രം അശുദ്ധമാക്കി, കള്ളന്മാരുടെ ഗുഹയാക്കി, വാണിഭശാലയാക്കി മാറ്റിയവരുടെ മുമ്പാകെ കണ്ണടച്ച് സ്തോത്രം കർത്താവ് പിന്മാറാതെ ശക്തമായിട്ടുള്ള ഉപദേശങ്ങൾ നൽകി ആലയം ദൈവത്തിൻ്റെ ആലയമാണെന്നും അത് പ്രാർത്ഥനയാലയമാണെന്നൊക്കെ ശക്തമേറിയ വിശദീകരണം പല ഭാഗങ്ങളിൽ നൽകിയ സംഭവം നമുക്കറിയാം. പല ഭാഗങ്ങളിലും യേശു കർത്താവ് ആലയത്തിൽ പ്രഭാഷണം നടത്തുന്നതായി കാണാൻ കഴിയുന്നു. എന്തിനേറെ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായവും 2-ാം അധ്യായവും ഒക്കെ പഠിക്കുമ്പോൾ കവർന്നഹൂമിൽ ഒരു പള്ളിയിൽ ഒരിക്കൽ പ്രസംഗിക്കുമ്പോൾ ആ ഉപദേശത്തിൻ്റെ ഇടയിൽ നാളുകളായി ഒരു വ്യക്തിയിൽ ആധിപത്യം പറഞ്ഞ ദുരാത്മാവ് യേശുവിൻ്റെ ഉപദേശത്തെങ്കിൽ അഴിഞ്ഞു വരുന്ന സംഭവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. റബിമാർ ഉപദേശിക്കുന്നത് പോലോ റബിമാരുടെ അധികാരം പോലെയല്ല കർത്താവ്. പിന്നെയോ നമ്മുടെ കർത്താവ് സ്വർഗത്തിലും ഭൂമിയിലും സർവാധികാരകനാകുന്ന ക്രിസ്തുവാണ്. അവൻ്റെ അധികാരത്തിൻ്റെ ഉപദേശത്തിൻ്റെ മുമ്പാകെ വ്യക്തിയിൽ മറഞ്ഞിരുന്ന ദുരാത്മ പോലും അഴിഞ്ഞു പുറത്തു വരുന്ന സംഭവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വീണ്ടും സ്തോത്രം പല ഭാഗങ്ങളിലും ആലയങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മുടെ കർത്താവ് ശക്തമായി സ്തോത്രം ശുശ്രൂഷിക്കപ്പെടുന്ന ഭാഗങ്ങൾ കാണാൻ കഴിയുന്നു. വൈദ്യനായ ലൂക്കോസ് ഈ 13-ാം അധ്യായത്തിലും നമുക്ക് കാണാൻ കഴിയുന്നു. ഒരു ശബത്ത് ദിവസം ഒരു പള്ളിയിൽ നിന്നുകൊണ്ട് നമ്മുടെ കർത്താവ് ഉപദേശിക്കുന്നതായിട്ടാണ് ലൂക്കോസ് വിശദീകരിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിലെ 3.5 വർഷത്തെ മാറ്റമില്ലാത്ത മാറ്റുറ്റമായ യേശുനാഥന്റെ ശുശ്രൂഷയിൽ നമ്മുടെ കർത്താവിൻ്റെ പ്രസംഗപീഠങ്ങളൊക്കെ വളരെ സ്തോത്രം ശ്രേഷ്ഠമായിട്ടുള്ള നിലകളിലായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിന് സമുദ്രതീരം പ്രസംഗവേദിയായി മാറിയിട്ടുണ്ട്, പ്രസംഗവേദിയായി മാറിയിട്ടുണ്ട്, പർവ്വതമുകൾ യേശുവിന് പ്രസംഗവേദിയായി മാറിയിട്ടുണ്ട്, വീട് യേശുവിന് പ്രസംഗവേദിയായി മാറിയിട്ടുണ്ട്, ശ്മശാന ഭൂമി യേശുവിന് പ്രസംഗവേദിയായിട്ടും മാറിയിട്ടുണ്ട്, മരുഭൂമി യേശുവിന് പ്രസംഗവേദിയായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഒരു ശബത്ത് ദിവസം പള്ളിയുടെ സ്തോത്രം ആലയത്തിൻ്റെ അൾത്താരങ്ങളിൽ യേശു കർത്താവൻ നമ്മുടെ കർത്താവ് ഒരു പ്രസംഗവേദിയായി ഉപയോഗിക്കുകയാണ്. യേശു അവിടെ എന്ത് ചെയ്യുകയാണ്? ദൈവത്തിൻ്റെ വചനത്തെ സംബന്ധിച്ച് മുൻപിൽ നിൽക്കുന്ന ജനവുമായി വലിയൊരു ഉപദേശത്തെങ്കിൽ നിൽക്കുകയാണ്. ശക്തമായിട്ടുള്ള വചനങ്ങൾ മുൻപിൽ നിൽക്കുന്ന ജനത്തെ പഠിപ്പിക്കുന്നതിനിടയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കണ്ണുകൾ എത്തുന്നത് സ്തോത്രം വന്ന എല്ലാവരിലുമാകാതെ ഒരു വ്യക്തിയിലേക്ക് നമ്മുടെ കർത്താവിൻ്റെ കണ്ണുകൾ എത്തുകയാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നമുക്കൊന്ന് ചിന്തിക്കാൻ പ്രിയപ്പെട്ടവരെ, യേശു നിൽക്കുന്ന സ്തോത്രം ആ പള്ളിയിൽ
അന്ന് കർത്താവ് ഉപദേശിക്കുന്ന ആ ദിവസത്തിന്റെ പ്രത്യേകത ലൂക്കോസ് ഇവിടെ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. അതൊരു ശബത്ത് ദിവസമായിരുന്നു. പ്രിയപ്പെട്ടവരെ, സമയം നമ്മുടെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് ശബത്തിനെ കുറിച്ച് വലിയൊരു വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എങ്കിലും ഒന്ന് രണ്ട് കാര്യം സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ശബത്ത് ദിവസം യേശു പള്ളിയിൽ ഉപദേശിക്കുകയാണ്. യേശു ശബത്ത് ദിവസം പള്ളിയിൽ ഉപദേശിച്ചതിൽ പള്ളി പ്രമാണിക്ക് ഒരു സ്തോത്രം തർക്കവുമില്ല. അതിനകത്തൊരു എതിർ വർത്തമാനവും തനിക്കില്ല. അതിനകത്ത് താൻ യേശുവിനെ എതിർക്കാനായി പോകുന്നില്ല. പക്ഷേ ഉപദേശത്തിങ്കൽ ഒരുവളുടെ മേൽ കർത്താവ് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി, തൻ്റെ അത്ഭുതങ്ങൾ വെളിപ്പെടുത്തി, തൻ്റെ അടയാളങ്ങൾ വെളിപ്പെടുത്തിയതാണ് പള്ളിപ്രമാണിക്ക് നീരസമായി തോന്നുന്നത്. പള്ളിപ്രമാണി യേശുവിനെതിരെ തർക്കിക്കുവാനായി തുനിയാൻ ആഗ്രഹിക്കുന്നത്. പള്ളിപ്രമാണി ചിലരെ തൻ്റെ അടുക്കലേക്ക് അടുപ്പിച്ചൊരു സ്തോത്രം ഒരു പ്രത്യേക ഗ്രൂപ്പിനെ തന്നോടുകൂടെ നിർത്തി യേശുവിനെതിരാക്കി മാറ്റുന്നത് സ്തോത്രം യേശു ക്രിസ്തു പള്ളിയിൽ പ്രസംഗിച്ചതോ ഉപദേശിച്ചതോ അല്ല ആ മനുഷ്യന്റെ വിഷയം. ആ ശബത്ത് ദിവസം ഒരു വ്യക്തിയെ യേശു അത്ഭുതകരമായി സൗഖ്യമാക്കിയതിലാണ് സ്തോത്രം പള്ളി പ്രമാണിക്ക് ഇവിടെ നീരസം. ഇവിടെ ശ്രദ്ധിക്കണം, ഒരു ശബത്ത് ദിവസമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ചെയ്യുന്നത്. എന്താണ് ശബത്ത് ദിവസത്തിന്റെ പ്രത്യേകത? അത് വലിയ വിശദീകരണത്തിലേക്ക് പോകാതെ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലും അതുപോലെ സ്തോത്രം പുറപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിലും അതുപോലെ നെഹമ്യാവിന്റെ പുസ്തകത്തിലും യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലുമൊക്കെ നിരവധി ഭാഗങ്ങളിൽ ശബത്ത് ദിവസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ പ്രത്യേകിച്ച് ഒരു കാര്യം ശബത്ത് ദിവസത്തെക്കുറിച്ച് പറയുന്നത്, ഒന്ന്, ശബത്ത് ദിവസം നിവൃത്തിയുടെ ദിവസമാണ്. 2, ശബത്ത് ദിവസം അനുഗ്രഹത്തിന്റെ ദിവസമാണ്. 3, ശബത്ത് ദിവസം ശുദ്ധീകരിക്കപ്പെട്ട ദിവസമാണ്. 4, ശബത്ത് യഹോവയുടെ ശബത്താണ്. 5, സ്വസ്ഥതയുടെ ദിവസമാണ്. ലൂക്കോസിന്റെ സുവിശേഷം അല്ലെങ്കിൽ പുതിയ നിയമ ഭാഗങ്ങളിൽ ശബത്തിലും നമ്മുടെ കർത്താവ് സ്തോത്രം നമ്മുടെ യേശുനാഥൻ മനുഷ്യപുത്രൻ കർത്താവാകുന്നു എന്ന് പരാമർശിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഇന്ന് സന്ധ്യാനിമിഷം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ശബത്ത് ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് നിവൃത്തിയുടെ ദിവസമാണ്, അത് അനുഗ്രഹത്തിന്റെ ദിവസമാണ്, ശുദ്ധീകരിക്കപ്പെട്ട ദിവസമാണ്, അത് യഹോവയുടെ ശബത്താകുന്ന ദിവസമാണ്, അത് സ്വസ്ഥതയുടെ ദിവസമാണ്, അത് സന്തോഷത്തിന്റെ ദിനമാണ്. അപ്പോൾ ശബത്ത് ദിവസത്തിന്റെ പ്രത്യേകതകൾ വെച്ച് നോക്കുമ്പോൾ ഈ ആലയത്തിൽ 18 സംവത്സരമായി കൂനിയായി നിൽക്കുന്നവളുടെ ജീവിതത്തിൽ ഇതുവരെയും ഒരു നിവൃത്തി ഉണ്ടായിട്ടില്ല, ഇതുവരെ ഒരു അനുഗ്രഹം ഉണ്ടായിട്ടില്ല, ഇതുവരെ ഒരു ശുദ്ധീകരിക്കപ്പെട്ട അനുഭവത്തിലേക്ക് അവൾ എത്തിയില്ല, ഇതുവരെയും സ്തോത്രം കർത്താവിൻ്റെ നാൾ അവളുടെ ജീവിതത്തിൽ എത്തിയില്ല, ഇതുവരെ അവളുടെ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയുണ്ടായില്ല. ശബത്ത് ദിവസത്തിന്റെ പ്രത്യേകതകൾ വളരെ ശ്രേഷ്ഠമാണ്, അത് അവർണ്ണനീയമാണ്. പരിശുദ്ധാത്മാവ് നൽകുന്ന വ്യാഖ്യാനങ്ങൾ അത് നിവൃത്തിയുടെ ദിവസം. ഇവളുടെ ജീവിതത്തിൽ ഇതുവരെ ഒരു നിവൃത്തി ഉണ്ടായിട്ടില്ല. ശബത്ത് ദിവസം അനുഗ്രഹത്തിന്റെ ദിവസം, ഇവൾ ഇതുവരെ ഒരു അനുഗ്രഹം പ്രാപിച്ചിട്ടില്ല. ശബത്ത് ദിവസം ശുദ്ധീകരണത്തിന്റെ ദിവസം, ഇവൾ ഇതുവരെയും ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. ശബത്ത് ദിവസം അത് യഹോവയുടെ ശബത്താകുന്നു. ദൈവം കർത്തൃത്വം നടത്തുന്ന ഒരു ദിനം. അനവധി ശബത്ത് നാളുകളിൽ കൂനിയായിരിക്കുന്നെങ്കിലും ഇവൾ ആലയം വിട്ടു പിരിയാതെ ശബത്ത് നാളിൽ ആലയത്തിൽ നിന്നും ലഭ്യമാകുന്ന തിരുവെഴുത്തുകളും ആരാധനകളും ഒക്കെ പ്രാപിച്ച് ഒരു വിധത്തിൽ സന്തോഷമുള്ളവളായി അവൾ വീണ്ടും കൂനിയായി ആലയം വിട്ടു ഭവനത്തിലേക്ക് മടങ്ങുന്ന നിരവധി ശബത്ത് നാളുകൾ അവളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി. ഇതുവരെ അവളുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തിയുടെ ദിനം വന്നിട്ടില്ല. ശബത്ത് ദിവസം സ്വസ്ഥതയുടെ ദിവസമാണ്. നോക്കൂ, ഒട്ടും നിവരാൻ കഴിയാത്ത ഇവൾ ജീവിതത്തിൽ ഇതുവരെയും സ്വസ്ഥത അനുഭവിച്ചിട്ടില്ല, സ്വസ്ഥതയിലേക്ക് അഭിമുഖീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ സ്തോത്രം, യേശു കർത്താവ് അന്ന് ആലയത്തിന്റെ അൾത്താരത്തിൽ ശുശ്രൂഷകനായി നിവർന്നു നിൽക്കുന്ന ആ പ്രത്യേക ആത്മീയ ശുശ്രൂഷയുടെ നടുവിൽ 18 സംവത്സരം കൂനിയായിരിക്കുന്ന ഇവളുടെ ജീവിതത്തിന്റെ ചരിത്രങ്ങൾ ആകമാനം മാറിമറിയുന്ന ഒരു സംഭവം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഈ 2023 സ്തോത്രം ലോകത്തിന്റെ 5 വൻകരകളിലും 7 ഭൂഖണ്ഡങ്ങളിലും അവിടെ ഇവിടെ ചിതറിപ്പാർക്കുന്ന സകല ദൈവമക്കളോടും എനിക്ക് പറയുവാനായിട്ടുള്ള ആത്മീയ സന്ദേശം എന്ന് പറയുന്നത്, ഇന്ന് ഭൂമിയിൽ പാർക്കുന്ന സകലമാന ദൈവജനത്തിനും ഈ കൂനിയായ സ്ത്രീ ഒരു വെല്ലുവിളിയായി നിൽക്കുകയാണ്. എന്താണ് അതിന്റെ കാരണം എന്നറിയേണ്ട പ്രിയപ്പെട്ടവരെ? സ്തോത്രം, 18 സംവത്സരമായിട്ടും ഇവളുടെ സ്ഥിതിഗതികളെ കുറിച്ച് പരിശുദ്ധാത്മാവ് വ്യക്തമായി എഴുതുന്നു. 13:11 ഇവളെ കുറിച്ചൊരു വിശദീകരണം ഇങ്ങനെയാണ് നൽകുന്നത്. 1, 18 സംവത്സരമായി. 2, ഒരു രോഗാത്മാവ് ബാധിച്ച്. 3, ഒട്ടും നിവരാൻ കഴിയാതെ. 4, കൂനിയായ ഒരു സ്ത്രീ. അപ്പോൾ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, 18 സംവത്സരമായി
വർഷമായി ഒരു രോഗാത്മാവിനെ ചുമന്നുകൊണ്ട് ഒട്ടും നിവരാൻ കഴിയാത്ത നിലയിൽ കൂനിയായ ഒരു സ്ത്രീ ആലയം വിട്ടു പിരിയാതെ എല്ലാ ശബത്ത് ദിവസവും, എന്ന് പറഞ്ഞാൽ നോക്കൂ, നിവൃത്തിയുടെ ദിവസത്തിൽ, അനുഗ്രഹത്തിന്റെ ദിവസത്തിൽ, ശുദ്ധീകരിക്കപ്പെട്ട ദിവസത്തിൽ, യഹോവയുടെ ശബത്താകുന്ന ദിവസത്തിൽ, സ്വസ്ഥതയുടെ ദിവസമായ ശബത്ത് ദിവസം ഇവൾ ആലയത്തിൽ പ്രസന്റ് ആണ്. പ്രിയപ്പെട്ടവരെ, ആമേ സ്തോത്രം. നോക്കൂ, ആമേ 18 സംവത്സരമായിട്ടും രോഗാത്മാവിനെ വഹിക്കുന്ന ഇവൾ, ആമേ സ്തോത്രം, ഒട്ടും നിവരാൻ കഴിയാത്ത ഈ സ്ത്രീ, ആമേ രോഗബന്ധനങ്ങൾക്കകത്ത് ഇവൾ ആമേ വലഞ്ഞു പോകുമ്പോഴും ആമേ ശബത്ത് ദിവസത്തെ അവൾ മറന്നു പോകുന്നില്ല. ആമേ സ്വസ്ഥതയുടെ ദിവസത്തെ അവൾ മറക്കുന്നില്ല. നിവൃത്തിയുടെ ദിനത്തെ അവൾ മറക്കുന്നില്ല. ദൈവം ശുദ്ധീകരിച്ച ശബത്ത് ദിവസത്തെ ഇവൾ മറക്കുന്നില്ല. ആ സ്വസ്ഥതയുടെ ദിനത്തെ ഇവൾ മറക്കുന്നില്ല. പലരും ശബത്ത് ദിവസം ആരാധനയ്ക്ക് ആലയത്തിൽ വരാൻ കഴിയാതെ വണ്ണമായിരിക്കുമ്പോൾ ഇവളുടെ കൂനും വെച്ചുകൊണ്ട്, ഇവൾ വഹിക്കുന്ന രോഗാത്മാവിനെ വഹിച്ചുകൊണ്ട്, നോക്കൂ, സാത്താൻ ബന്ധിച്ചു വച്ചിരിക്കുന്ന കഠിനവും കഠോരവുമായ ബന്ധനമാണ് ഇവൾ അഭിമുഖീകരിക്കപ്പെടുന്നെങ്കിലും ആമേ ശബത്ത് ദിവസത്തിൽ ദൈവാലയത്തിൽ ചെല്ലണമെന്നുള്ള ബോധം അവൾക്കുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടങ്ങളിൽ ആമേ ശബത്ത് ദിവസം തൊഴുത്തിൽ നിന്നും ആമേ സ്തോത്രം മൃഗങ്ങളെ അടിച്ച് വെള്ളം കുടിപ്പിക്കുവാനായി പലരും കൊണ്ടുപോകുമ്പോൾ ശബത്ത് ദിവസത്തിൽ അതിൻ്റെ വിശുദ്ധിയുടെ തീവ്രതയെ മനസ്സിലാക്കാൻ കഴിയാതെ വണ്ണം, ആരാധനാലയത്തിലേക്ക് വരാതെ വണ്ണം, ശബത്ത് ദിവസത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലായി ദൈവത്തെ ഭയത്തോടെ ആരാധന കഴിക്കേണ്ടതിന് വേണ്ടി പലരും വരാതെ തങ്ങളുടെ കൂടാരങ്ങൾക്കുള്ളിൽ, തങ്ങളുടെ ഭവനത്തിനുള്ളിൽ പലരും ആമേ ആയിരിക്കുന്നതിന്റെ നടുവിൽ ഇവൾ പലർക്കും ഒരു വെല്ലുവിളിയാണ്. അന്നും ഇന്നും പലർക്കൊരു വെല്ലുവിളിയാണ്. നമുക്കെന്തെങ്കിലും ഒരു ശാരീരിക ക്ഷീണങ്ങളോ അസ്വസ്ഥതകളോ ചെറിയ രോഗങ്ങളോ ഒക്കെ നമ്മുടെ ശരീരത്തിൽ സ്തോത്രം സംഭവ്യമാകുന്ന കാലഘട്ടങ്ങൾ പലപ്പോഴും ആരാധന ദിനം പലപ്പോഴും നമ്മൾ ആരാധനയ്ക്ക് വരാറില്ല. സ്തോത്രം, നമ്മൾ നമ്മുടെ ഭവനങ്ങളിൽ വിശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ ചെറിയൊരു ജലദോഷമാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശാരീരികമായിട്ടുള്ള വേദനകളാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും കഠിനമായിട്ടുള്ള രോഗങ്ങളാകാം. പക്ഷെ ആലയത്തെക്കുറിച്ചുള്ള ദർശനം പലർക്കും നഷ്ടപ്പെട്ടു പോകുന്നു. ആമേ ആലയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, വെളിപ്പാടുകൾ പലർക്കും നഷ്ടപ്പെട്ടു പോകുന്നു. പക്ഷേ ഇവളുടെ മേൽ പിശാച് വെച്ച രോഗം ഇവൾക്കൊരു വിഷയമല്ലായിരുന്നു. ഇവളെ കൂനിയാക്കി ഒട്ടും നിവരാൻ കഴിയാത്ത സാഹചര്യത്തിൽ പിശാച് ഇവളെ ബന്ധിച്ചൊതുക്കി വെച്ചു. എങ്കിലും ശബത്ത് ദിവസം അവളെ തൻ്റെ കൂടാരത്തിൽ ഒതുങ്ങിയില്ല. മറിച്ച് കൂനു വഹിച്ചുകൊണ്ട്, രോഗാത്മാവിനെ ചുമന്നുകൊണ്ട് ഇവൾ ദീർഘദൂരം നടന്ന് പരിശുദ്ധയാലയത്തിൽ വരും. ആമേ ആലയത്തിന്റെ ആൾത്താരങ്ങളിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാരുടെ ശുശ്രൂഷകളിൽ, ഉപദേശത്തിൽ ആമേ അല്പമെങ്കിലും സമാധാനം പ്രാപിക്കാമെന്നുള്ള ആഗ്രഹത്തിൽ ഇവൾ ആലയത്തിൽ വന്ന് ആമേ ദൈവവചനം കേട്ട് ഇവളുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങി. ഒരു ദിവസം അവളിതാ വീണ്ടും ആമേ ദൈവത്തിന്റെ ആലയത്തിലേക്ക് ശബത്ത് ദിവസം ആരാധനയ്ക്കായി കടന്നു വരുമ്പോൾ അവളെ ആകമാനം മാറ്റിമറിച്ച മറ്റൊരു സംഭവം എന്താണ്? അന്നത്തെ പ്രഭാഷകനായി ആലയത്തിന്റെ പുൽപ്പുറ്റി നിൽക്കുന്നത് മറ്റാരുമല്ല, പ്രിയപ്പെട്ടവരെ, നസ്രയനായ യേശു ക്രിസ്തു നിൽക്കുന്ന ഒരു കാഴ്ച ഇവൾ കാണുകയാണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴമേറിയ ആമേ സ്തോത്രം അറിവോ, ആമേ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴമായ പരിജ്ഞാനമൊന്നും ഇവൾക്കില്ല. എങ്കിലും സ്തോത്രം, അന്നത്തെ പ്രഭാഷകനായ യേശു ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ ഇവൾ ആകമാനം ചലിക്കുന്നവളായി, സമർപ്പിക്കുന്നവളായി, മുൻപ് അനവധി പുരോഹിതന്മാരിൽ നിന്നും കേൾക്കാത്ത വാക്കുകൾ, കേൾക്കാത്ത ദൂതുകൾ, കേൾക്കാത്ത ഇടപെടലുകൾ ക്രിസ്തുവിൽ നിന്നും അവൾ അനുഭവിക്കുകയാണ്. അത് ഇവളുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കുന്നതിന് കാരണമായി മാറി. അന്നത്തെ ഉപദേശകൻ, അന്നത്തെ പ്രഭാഷകൻ, ആലയത്തിന്റെ ആൾത്താരങ്ങളിൽ നിൽക്കുന്നവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, ഇവിടെ കുറിച്ച് വലിയ വിശദീകരണമൊന്നും തിരുവെഴുത്ത് നൽകുന്നില്ല. എങ്കിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തുടർന്നുള്ള ഇവൾക്ക് വേണ്ടിയുള്ള പ്രതികരണത്തിൽ യേശു ഒരു പദപ്രയോഗം ഉപയോഗിക്കുന്നുണ്ട്. അബ്രഹാമിന്റെ മകൾ. അബ്രഹാമിന്റെ മകൾ എന്ന നിലയിൽ ഇവളൊരു യഹൂദ സ്ത്രീ എന്ന് വാസ്തവമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, ആമേ സ്തോത്രം, ആമേ അബ്രഹാമിന്റെ മകൾ എന്ന നിലയിൽ ഈ പ്രിയപ്പെട്ട സ്തോത്രം 18 സംവത്സരം കൂനിയായ സ്ത്രീ സ്തോത്രം, ആമേ അവൾ ആലയത്തിൽ വന്നു. ഇന്ന് രോഗക്കിടക്കയിലും ശാരീരിക ബുദ്ധിമുട്ടുകളിലും ശാരീരികവും മാനസികമാകുന്ന പ്രതിസന്ധികളുടെ നടുവിൽ ആലയത്തെക്കുറിച്ചുള്ള ദർശനങ്ങൾ വിട്ട്, ആരാധനയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മറന്ന്, ആമേ ആരാധന ദിനത്ത് ആലയത്തിലേക്ക് ഓടിപ്പോകാൻ കഴിയാതിരിക്കുന്ന അനവധി ആളുകൾക്ക്
18 സംവത്സരം രോഗത്തെ ചുമന്ന ഈ കൂനിയായ സ്ത്രീ ഒരു വെല്ലുവിളിയായി നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എത്ര ഭാരം അവൾ ചുമന്നു എങ്കിലും, എത്ര കഠിന വേദന അവൾ വഹിച്ചു എങ്കിലും, ഒട്ടും നിവരാൻ കഴിയാത്ത വലിയൊരു ബന്ധനമാണ് അവളുടെ മേൽ ശത്രു അവകാശം വെച്ചതെങ്കിലും ആരാധനയും ആലയവുമായിട്ടുള്ള ബന്ധം അവൾ വിച്ഛേദിക്കാതെ പ്രതിസന്ധികളുടെ നടുവിലും ആ പ്രതിസന്ധികളെ ചുമന്നുകൊണ്ട് അവൾ ആലയത്തിൽ ചെന്ന് അന്ന് പ്രഭാഷകനായി അവൾക്കു വേണ്ടി ഒരുവൻ പുൽപ്പിറ്റിൽ നിന്നുകൊണ്ട് ഉപദേശിച്ചു. അത് മറ്റാരുമല്ല പ്രിയപ്പെട്ടവരെ, ആമേ സ്തോത്രം, സകല മഹിമകളാലും, ആമേ സ്തോത്രം, സകല അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും ചെയ്യുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവായിരുന്നു. അന്ന് യേശു ക്രിസ്തു ആമേ സ്തോത്രം ശുശ്രൂഷിക്കുന്നതിന്റെ നടുവിൽ ഇവളെ കുറിച്ചുള്ള കാര്യം പരിശുദ്ധാത്മാവ് വിശദീകരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ അതിന്റെ 11-ാം വാക്യത്തിൽ മുമ്പ് വായിച്ചു. 18 സംവത്സരമായി. അപ്പോൾ ദീർഘവർഷത്തെ ഒരു കൂനാണ് അവളുടെ മേൽ അവകാശം പറയുന്നത്. അത് ഒരു രോഗാത്മാവെന്ന് പരിശുദ്ധാത്മാവ് വിശദീകരിക്കുന്നു. നോക്കൂ, ഈ 18 സംവത്സരമായി അവളുടെ മേൽ വെച്ച രോഗാത്മാവ് അവളെ നിവരാൻ കഴിയാത്തവളാക്കി മാറ്റി എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ യേശു ഈ വിഷയത്തിനകത്ത് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ, യേശുനാഥൻ ഈ വിഷയത്തിനകത്ത് ഇടപെടാൻ തുടങ്ങിയപ്പോൾ ചില പ്രവചനങ്ങളുടെ കർത്താവ് അതിനെക്കുറിച്ച് പറയുകയാണ്. വിരോധിയായി നിന്ന സ്തോത്രം ആമേൻ പള്ളിപ്രമാണിയോട് സംഭാഷിക്കുന്നതിനിടയിലാണ് നമ്മുടെ കർത്താവ് ഈ കാര്യം പറയുന്നത്. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അടിച്ചുവിടേണ്ടതല്ലയോ എന്നുത്തരം പറഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കണം, യേശു ശക്തമാകുന്ന ഒരു പ്രവചനം ഇവിടെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇവളോടുള്ള ബന്ധത്തിൽ സാത്താൻ 18 സംവത്സരമായിട്ടും ഇവളെ ബന്ധിച്ചു വെച്ചിരിക്കുന്നു എന്നാണ് നമ്മുടെ കർത്താവ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, ആമേൻ, പള്ളിപ്രമാണിയുടെ കണ്ണുകൾക്ക് വെളിപ്പെടാത്തത്, അവിടെ വന്ന് നിൽക്കുന്ന പുരുഷാരത്തിന് ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയാത്തത്, അരുമനാഥനായ യേശു ക്രിസ്തു ആ പുൽപ്പിറ്റിൽ നിന്നുകൊണ്ട് അവളോടുള്ള പ്രവചനം അറിയിക്കുകയാണ്. ഇത് 18 സംവത്സരമായിട്ട് സാത്താൻ ഇവളെ ബന്ധിച്ചു വെച്ചിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, സ്തോത്രം, നിരവധി സംവത്സരങ്ങളുടെ സ്തോത്രം ബന്ധനങ്ങൾ പല വ്യക്തി ജീവിതങ്ങളുടെ മേലും പിശാച് വെച്ചതായി വിശുദ്ധ തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം, ഇവൾ 18 സംവത്സരത്തെ പ്രശ്നമാണ് അഭിമുഖീകരിച്ചതെങ്കിൽ നോക്കൂ, സ്തോത്രം, ബെഥൈസ കുളക്കടവിൽ കിടന്ന ആ മനുഷ്യൻ 38 സംവത്സരമായി കിടക്കയിലായിരുന്ന മനുഷ്യനാണ്. പിശാച് അവനെ ബന്ധിച്ചൊതുക്കിയ സംഭവം നമുക്കറിയാം. വീണ്ടും ഒരു സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്കലിത്തൊട്ട സംഭവം അറിയാം. അത് 12 വർഷത്തെ ബാധയായിരുന്നു പ്രിയപ്പെട്ടവരെ. എന്തിനേറെ, പഴയ നിയമ പുസ്തകത്തിലേക്ക് ചെല്ലുമ്പോൾ, പ്രത്യേകിച്ചും പുറപ്പാട് ഭാഗങ്ങൾ, ആരംഭ ഭാഗങ്ങൾ വായിച്ചു വരുമ്പോൾ 430 വർഷം നോക്കൂ ഫറവോനെ പിശാച് ഉപയോഗിച്ച സംഭവം നമുക്കറിയാം. പിശാച് ഫറവോനെ കരങ്ങളിലെടുത്ത് അബ്രഹാമിന്റെ സന്തതികൾക്കെതിരാക്കി മാറ്റി. അതുകൊണ്ട് ഇസ്രായേൽ ജനം മിസ്രൈമിൽ അമർന്നുപോയത് 1-2 വർഷമല്ല, 430 സംവത്സരമാണ്. 430 സംവത്സരം ഫറവോനെ പിശാച് ഉപയോഗിക്കുമ്പോൾ ഇസ്രായേൽ ജനം ദൈവത്തെ മറന്നുപോയി. വാഗ്ദത്ത ദേശത്തെക്കുറിച്ചുള്ള ദർശനം അവർക്ക് നഷ്ടമായി. ആരാധന എന്ന വെളിപ്പാട് അവർക്കില്ലാതായി മാറി. യാഗങ്ങളിൽ നിന്നും വഴിപാടുകളിൽ നിന്നും അവർ അകന്നുപോയി. സത്യം പറഞ്ഞാൽ സ്വതന്ത്രം ദൈവത്തിൽ നിന്നും 430 വർഷം ഇസ്രായേൽ ജനം അകന്നുപോയി. പക്ഷേ ഈ കാണുന്ന 430 വർഷവും 38 വർഷവും 12 സംവത്സരവും 18 സംവത്സരവും ഒക്കെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയിൽ ക്ഷണത്തിൽ അത്ഭുതകരമായി വിടുവിക്കപ്പെട്ട സംഭവം നമുക്കറിയാം. ഇന്ന് രാത്രിയിൽ നവമാധ്യമത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നിന്റെ ആയുസ്സിൽ, നിന്റെ ആരോഗ്യത്തിൽ, തുടർന്നുള്ള നിന്റെ നാളുകളിൽ, കഴിഞ്ഞുപോയ സംവത്സരങ്ങളിൽ, നിന്റെ ഭവനത്തിൽ, തലമുറകളിൽ, നിന്റെ സ്തോത്രം ശുശ്രൂഷ മേഖലകളിൽ, നിന്റെ അഭിഷേകത്തിന്മേൽ ശത്രു ഏതെങ്കിലും നിലയിൽ ചില കുടുക്കുകളും വലകളും വിരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, ചില കുഴികൾ കുഴിച്ചിട്ടുണ്ടെങ്കിൽ, സംവത്സരമായി പാരമ്പര്യം എന്ന പോലെ ചില ബാധകൾ പോലെ പിൻഗമിക്കുന്ന ചില പാരമ്പര്യത്തിന്റെ ദുർവ്യാധി ശക്തികൾ സംവത്സരങ്ങളായി നിന്നെ പിൻഗമിക്കുന്നെങ്കിൽ, ഇന്ന് സന്ധ്യാനിമിഷം നസ്രയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ തിരുവെഴുത്തിലൂടെ നിങ്ങളോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, 18 സംവത്സരത്തെ, 38 സംവത്സരത്തെ, 12 സംവത്സരത്തെ
430 വർഷത്തെ സംവത്സര പ്രശ്നങ്ങളെ നിഷ്പ്രയാസം ക്ഷണത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ തികയ്ക്കുവാൻ നമ്മുടെ കർത്താവിന്റെ മഹാശക്തിക്ക് കഴിഞ്ഞു എങ്കിൽ ഇന്ന് സന്ധ്യാനിമിഷം ദൈവത്തെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങൾക്കൊരുക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ഇതാ ക്ഷണത്തിൽ സർവശക്തനായ മഹാദൈവം നിങ്ങൾക്ക് വേണ്ടി കരുത്തുറ്റ ദൈവ പ്രവൃത്തികളെ ദൈവം തുറന്നു വിടുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്റെ കർത്താവിന്റെ അത്ഭുതകരമാകുന്ന കരം നിങ്ങൾക്ക് വേണ്ടി ഈ സ്തോത്രം ആത്മീയ ശുശ്രൂഷയിലൂടെ ഇറങ്ങി വരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ സന്ധ്യാനിമിഷം കർത്താവിലേക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ കണ്ണുകളെ ഉയർത്തുവാൻ നാം തയ്യാറാകുക. ഇവിടെ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, യേശു പുൽപ്പറ്റിൽ നിന്നുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രഭാഷണത്തിന്റെ നടുവിൽ സംഭവ്യമാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? യേശു അവൾക്ക് വേണ്ടി പ്രതികരിച്ചത് എങ്ങനെയാണെന്നറിയാമോ? ഒന്ന്, യേശു അവൾക്ക് വേണ്ടി പ്രതികരിക്കുന്നത് അതിന്റെ 12, 13 വചനഭാഗങ്ങളിലുണ്ട്. ഞാൻ ആ ഭാഗം കൂടെ പറഞ്ഞ് എന്റെ സന്ദേശത്തിന് കുത്തിടുവാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ, സ്തോത്രം, 18 സംവത്സരമായി ഒരു രോഗാത്മാവിനെ ബാധിച്ച് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായിരിക്കുന്ന പുരുഷാരത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് യേശുവിന്റെ ഉപദേശം കേൾക്കുന്നതിനിടയിൽ എങ്ങനെങ്കിലും യേശുവിനെ കാണുവാൻ അവൾ കൊതിക്കുന്നുണ്ട്. പക്ഷേ കൂന് അത് അനുവദിക്കപ്പെടുന്നില്ല. കൂന് അവളുടെ സംവത്സരങ്ങളെ ഇല്ലാതാക്കി. ഈ രോഗാത്മാവ് നിരവധി സംവത്സരങ്ങളെ ഇല്ലാതാക്കി. ഈ കൂനും ഈ രോഗാത്മാവും സാത്താൻ ബന്ധിച്ചു വച്ചിരിക്കുന്ന ഈ വല്ലാത്ത സാഹചര്യങ്ങൾ ഇവരുടെ ദീർഘ സംവത്സരങ്ങളെ നഷ്ടപ്പെടുത്തി, ഇവളുടെ ഭാവിയെ ഇല്ലാതാക്കി. ഇവളുടെ മുൻപോട്ടുള്ള ഗമനാഗമനങ്ങളെ തടഞ്ഞു വെച്ചു പ്രിയപ്പെട്ടവരെ. പക്ഷേ യേശുവിന്റെ പ്രഭാഷണത്തിൽ നമ്മുടെ കർത്താവായ യേശുവിന് വേണ്ടി പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്. ഒന്ന്, യേശു അവളെ കണ്ടു. എന്നെ കേൾക്കുന്ന സ്തോത്രം റോസ് ഫാമിലി, സ്തോത്രം പ്രിയപ്പെട്ട ദൈവമക്കളോട് ഞാൻ പറയട്ടെ, യേശു അവളെ കണ്ടു. 18 സംവത്സരമായിട്ടും അവളെ കാണേണ്ടതുപോലെ കാണാൻ പുൽപ്പറ്റിൽ നിന്നുകൊണ്ട് പ്രഭാഷണം നടത്തിയ അനവധി പുരോഹിതന്മാർക്ക് കഴിഞ്ഞില്ല. അവളോട് കൂടെ ഇടതും വലതും മുമ്പും പിമ്പിലിരുന്ന ആർക്കും അവളെ വേണ്ടുന്നത് പോലെ കാണാൻ കഴിഞ്ഞില്ല. അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവനായ യേശുവിന്റെ കണ്ണുകൾ അവളുടെ ബാഹ്യാന്തരിക പ്രശ്നങ്ങളെ കാണുന്നതിന് കാരണമായി മാറി. പുൽപ്പിറ്റിൽ നിന്നുകൊണ്ട് അങ്ങ് ദൂരെ ഇരിക്കുന്നവളുടെ പ്രശ്നങ്ങളെ യേശു കാണുന്നു. യേശു അവളെ കണ്ടു. യേശുവിന്റെ കണ്ണുകൾ അവൾക്ക് വേണ്ടി ആ ശുശ്രൂഷയിൽ യേശു ഉപയോഗിക്കുകയാണ്. അവിടെ കൂടിയിരുന്ന ബഹുപുരുഷാരത്തിന് വേണ്ടി ആ കണ്ണുകൾ കർത്താവ് ഉപയോഗിക്കാതെ അവൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ എത്രയോ ശബത്ത് നാളുകൾ അനവധി ആളുകൾ ആരാധന മുടക്കിയപ്പോൾ ഇവൾ ആലയത്തിൽ വന്നവളാണ്. അവളിലേക്ക് യേശുവിന്റെ കണ്ണുകൾ എത്തുകയാണ്. അന്ന് യേശു വന്നത് അവൾക്ക് വേണ്ടിയായിരുന്നു, അവളെ കാണുവാൻ വേണ്ടിയായിരുന്നു. നോക്കൂ, യേശുനാഥൻ തൻ്റെ കണ്ണ് അവൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, യേശു തൻ്റെ അടുക്കൽ അവളെ വിളിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഇതിനു മുമ്പ് അനവധി പുരോഹിതന്മാർ പുൽപ്പിറ്റിൽ നിന്നുകൊണ്ട് ശുശ്രൂഷിക്കുന്നത് ഇവള് അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരും സ്തോത്രം ആലയത്തിന്റെ അൾത്താരങ്ങളിലേക്ക് ഇവളെ സ്വാഗതം ചെയ്തിട്ടില്ല. എന്നാൽ യേശുനാഥൻ ദൂരവേ നിന്ന് യേശു ശുശ്രൂഷിക്കുന്നിടത്തേക്ക് അവളെ കൊണ്ടെത്തിയിരിക്കുന്നു. അത് ശ്രേഷ്ഠമായ ഒരു പദവിയാണ്, അത് ശ്രേഷ്ഠമായ ഒരു ദൈവപ്രവൃത്തിയാണ്. അവളുടെ ജീവിതത്തിൽ ഒരിക്കലും വിശ്വസിക്കുവാൻ കഴിയത്തില്ല. അവളുടെ ജീവിതത്തിൽ ഒരിക്കലും അത് ഉൾക്കൊള്ളുവാൻ കഴിയത്തില്ല. അന്നത്തെ പ്രഭാഷകനായ യേശു തൻ്റെ അടുക്കലേക്ക് അവളെ വിളിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഈ 18 സംവത്സരമായിട്ടും അവളെ ചേർത്ത് നിർത്താത്ത അനവധി ആളുകൾ ആലയത്തിനകത്തുണ്ട്. അനേക പുരോഹിതന്മാരുണ്ട്, അനേക പ്രിയപ്പെട്ടവരതിനകത്തുണ്ട്. ആരും ഇവളെ ചേർത്ത് നിർത്താതിരുന്ന സ്ഥാനത്ത് ചേർത്ത് നിർത്താതിരുന്നവരുടെ മുമ്പിൽ യേശു തെളിയിക്കുന്നു. അവളെ തൻ്റെ അടുക്കൽ ചേർത്ത് നിർത്തിയ ഒരു കർത്താവിനെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. നോക്കൂ, യേശു അവളെ ചേർത്ത് നിർത്തുന്നു. മൂന്നാമത്തെ കാര്യം, അവളോട് പറയുന്ന ഒരു പദപ്രയോഗമാണ്. 18 സംവത്സരമായിട്ടും ഇതുപോലൊരു പദപ്രയോഗം താൻ കേട്ടിട്ടില്ല. എന്താണ് ആ പദപ്രയോഗം? ബൈബിൾ ഇങ്ങനെ പറയുന്നു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നത്, ഒന്ന്, യേശു അവളെ കണ്ടു, കർത്താവിന്റെ കണ്ണ് അവൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നു. 2, യേശു അവളെ തൻ്റെ അടുക്കൽ ചേർത്ത് നിർത്തുന്നു. സ്തോത്രം, ആരും ചേർത്ത് നിർത്താത്ത സ്ഥാനത്ത് യേശുനാഥൻ ചേർത്തുന്നു. 3, ഇങ്ങനെ പറയുന്നു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. യേശുവിന്റെ ആധരം അവൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നസ്രയനായ യേശുവിന്റെ ശ്രേഷ്ഠമേറിയ അധരം, അതിനകത്തു നിന്നും ഉയർന്നു വന്ന തീപാറുന്ന വചനങ്ങൾ, സ്വാന്തനത്തിന്റെ വചനങ്ങൾ, ശക്തമേറിയ ദൈവത്തിന്റെ വചനങ്ങൾ, തേനിലും തേൻകട്ടയിലും മധുരമുള്ള വാക്കുകൾ. അവളോട് കർത്താവ് പറയണം, അവളെ കൂനിയാക്കി അവളെ ബന്ധിച്ചു ഒതുക്കിയ ആ സാത്താന്യ ബന്ധനത്തിന്റെ നടുവിൽ അവളോട്
സ്വർഗം സംസാരിക്കുന്നു. യേശു ഇടപെടുന്നു. നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. 18 സംവത്സരമായിട്ടും ആരും പറയാതിരിക്കുന്ന ആഴമേറിയ ദൂത്, പ്രവചന ശബ്ദം, സംഭവിക്കാൻ പോകുന്ന വിടുതൽ. യേശു അവളോട് പറയും, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. 4 യേശുവിൻ അവളോടുള്ള പ്രതികരണം 4-മത്തത് ഇങ്ങനെയായിരുന്നു, അവളുടെ മേൽ കൈവച്ചു. ഇന്ന് ഈ സന്ധ്യാ നിമിഷം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, യേശു അന്ന് പുൽപ്പിറ്റിൽ വന്നത് ഇവളെ കാണേണ്ടതിന് വേണ്ടി, 2 ഇവളെ ചേർത്ത് നിർത്തേണ്ടതിന് വേണ്ടി, 3 ഇവളോട് യേശുവിന് പറയുവാനുണ്ട്, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. 4 യേശുവിന് പറയുവാനുള്ളത്, ചെയ്യുവാനുള്ളത്, അവളുടെ മേൽ യേശു കൈവെക്കുന്നു. യേശുവിന്റെ കരം അവൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നു. അന്ന് യേശു തൊടുന്നത് അവളുടെ ബന്ധനത്തിന്റെ മീതെ. അന്ന് യേശു സ്പർശിക്കുന്നത് 18 സംവത്സരം അവരെ കൂനിയാക്കിയ വിഷയത്തിന്റെ മേൽ. യേശുവിന്റെ കരം അവളുടെ മേൽ വന്നപ്പോൾ ക്ഷണത്തിൽ അവൾ നിവർന്നു എന്ന് ബൈബിൾ പറയുന്നു. അവസാനം ഒരു പദപ്രയോഗം ഇങ്ങനെ പറയട്ടെ പ്രിയപ്പെട്ടവരെ, സ്തോത്രം, സ്തോത്രം. അതിന്റെ 13-ാം വാക്യം, അവൾ ക്ഷണത്തിൽ നിവർന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ദീർഘ സംവത്സരങ്ങൾ വേദന വഹിച്ചവളെങ്കിലും ക്ഷണത്തിൽ വിടുതൽ സംഭവിച്ചപ്പോൾ വീണ്ടും ഒരു പടി കൂടെ തീരുമാനത്തിലേക്ക് അവൾ വരികയാണ്. അവൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിലേക്ക്, വലിയൊരു ആരാധനയുടെ വെളിപ്പാടിലേക്ക്, ഇനിയുള്ള നാൾ യേശുവിനെ ആരാധിക്കുന്ന ഒരു വ്യത്യസ്ത തീരുമാനത്തിലേക്ക് അവളെ നോക്കി, അവളെ ചേർത്ത് നിർത്തിയ, അവളോട് സംസാരിച്ച, അവളുടെ മേൽ കരം വെച്ച യേശുവിന് വേണ്ടി അവൾ ആരാധനക്കായി ദിനങ്ങൾ വിട്ടുകൊടുക്കുന്നു. ഇന്ന് ഈ സന്ധ്യാ നിമിഷം എൻ്റെ സന്ദേശം ഇവിടെ പര്യവസാനിക്കുമ്പോൾ ഒരു കാര്യം ദൈവമക്കളോട് ഞാൻ പറയുന്നു. ഈ 2023 കർത്താവിന് നമ്മെ കാണാനുണ്ട് പ്രിയപ്പെട്ടവരെ. അവൻ നമ്മെ കാണാൻ ആഗ്രഹിക്കുന്നു. അവൻ നമ്മെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നു. ഈ 2023 അവൻ നമ്മളോട് ചില ആഴമേറിയ ദൂതുകൾ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ സംഭവിക്കാത്ത ചില സ്തോത്രം തടസ്സങ്ങളെ അവന്റെ വചനം നിമിത്തം അയച്ചു നമ്മെ സ്വതന്ത്രരാക്കുവാൻ ആഗ്രഹിക്കുന്നു. അവന്റെ കരസ്പർശനം ഈ 2023 നിന്റെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. നീ ദൈവത്തെ അത് നിമിത്തം മഹത്വീകരിക്കുന്ന ഒരു വെളിപ്പാടിലേക്ക് ആത്മാവ് നിന്നെ എടുത്തെറിയുവാൻ സ്തോത്രം നാളുകൾ ആയിരിക്കുന്നു. അതിനായി ഈ സന്ധ്യാ നിമിഷം നമ്മെ സമർപ്പിക്കാം. വിരോധികളായി പല പള്ളിപ്രമാണിമാരും അവൾക്കും ക്രിസ്തുവിനും എതിരായി എഴുന്നേറ്റാലും അവസാന വാക്യം നമ്മൾ വായിച്ചത്, പുരുഷാരമൊക്കെയും സന്തോഷിക്കുന്ന നിലയിൽ യേശുവിന്റെ അടയാളം ആലയത്തിന്റെ അടുക്കൽ വെളിപ്പെടുന്നു. വിരോധികൾ ആ ശുശ്രൂഷയുടെ മുൻപിലുണ്ടായിരുന്നു എങ്കിലും പുരുഷാരം യേശുവിനെ സന്തോഷിക്കുന്ന നിലയിലേക്ക് ആ അത്ഭുതം വഴിമാറിയെങ്കിൽ, ഇന്ന് ഈ സന്ധ്യാ നിമിഷം എന്നെ കേൾക്കുന്ന റോസ് ഫാമിലി സ്തോത്രം കുടുംബത്തോട് ഞാൻ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നത്, കർത്താവിന് നിന്നെ കാണാൻ ആഗ്രഹമുണ്ട്. കർത്താവ് നിന്നെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നിന്നോട് വചനങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് അവന്റെ കരം നിന്നെ സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നു. നീ നാളുകൾ ദൈവത്വങ്കിലേക്ക്, വലിയൊരു ആരാധന വെളിപ്പാടിലേക്ക് ആത്മാവ് നിന്നെ കൊണ്ടെത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനായി സമർപ്പിക്കാം. കണ്ണുകളടയ്ക്കാം. വലിയവനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധ്യ നിമിഷത്തിനായി സ്തോത്രം. ഇങ്ങനൊരു വചനം കർത്താവ് എൻ്റെ മക്കളോട് സംഭാഷിക്കുവാൻ എനിക്ക് അവസരമൊരുക്കി തന്ന കർത്താവിൻ്റെ ദാസി മറ്റെല്ലാ പ്രിയപ്പെട്ടവരോട് കർത്താവെ യേശുവിൻ്റെ നാമത്തിനടിയിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട അനവധി ആളുകൾ വിടുവിക്കപ്പെടട്ടെ, സൗഖ്യമാകട്ടെ. കർത്താവെ, അനേകർ സ്വതന്ത്രരാകട്ടെ. ഈ വചനം അനേകരുടെ ജീവിതത്തിൻ്റെ ചരിത്രങ്ങളെ മാറ്റി എഴുതുന്നതിന് കാരണമായി മാറണം. ആത്മാവ് അങ്ങനെ തന്നെ ചെയ്യാൻ പോകുന്ന കൃപകൾക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഇതുവരെയും വളരെ ക്ഷമയോടെ ഈ സന്ദേശം കേട്ട് ദൈവത്തെ മഹത്വീകരിച്ച പ്രിയ